അത് ശരിക്കങ്ങ് ചെരിച്ച് കളയാറ ഉണ്ണി. കൊതുക് കെട്ടി നിൽക്കുന്ന, അല്ലെങ്കിൽ തന്നെ കൊതുക് കടിച്ചിട്ട് മര്യാദ കളഞ്ഞല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഹെൽത്ത് വന്നിട്ട് അവര് ഫൈനാക്കി പോലെ ഫൈനാക്കും. വെള്ളം കെട്ടി നിൽക്കുന്നിടത്തെല്ലാം കോയിമുട്ട മതിയോല്ലോ. കോയിമുട്ടേന്റെ തൊടയില് കൊതുക് കയറുന്ന പറയുന്നത്. ഇന്നലെ ഏട്ടനും കൂടി പാതിരൊക്കെ സിനിമ കാണാൻ പോയിട്ട് എന്തായി? കൊഴപ്പൊന്നുമില്ല സിനിമ. പണ്ടത്തെ രജനീകാന്ത് സീൻ ഒരു രക്ഷയില്ല. സിനിമ വലിയ ഇതൊന്നുമില്ല, ആവറേജ് ആണ്. പക്ഷെ പണ്ടത്തെ പോർഷൻ ലുക്ക് രജനീകാന്തിന് ഭയങ്കര സ്ക്രീൻ പ്രസൻസ്. ഒലക്ക നിങ്ങളോട് വരുന്നത് ചോദിച്ചിട്ടാ. നിങ്ങള് അച്ഛനുണ്ടെങ്കിലേ ഞാൻ വരുള്ളൂ അബി എന്ന് പറഞ്ഞു. അത് ശരിയല്ലേ? അല്ലേ, നമ്മളെ ആളില്ലാണ്ട് നമുക്ക് പോവാൻ കഴിയാ. ഒലക്ക ഇവരെ ജനറേഷനും നമ്മളെ ജനറേഷനും വേറെ വേറെ അല്ലേ? നിങ്ങക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ രജനീകാന്തിന്റെ ഒരു ഇതെല്ലാം ശരിക്കും പണ്ടത്തെ സിനിമയായിട്ട് ഇതുപോലെ തന്നെ ഉണ്ട്. നല്ല ഭംഗി ഉണ്ടായിരുന്നു നിങ്ങളെ കാണാൻ വേണ്ടി. 6 മാസമുള്ള ടിവിയിൽ വരും, പൈസ ഇല്ലാണ്ട് ഫ്രീ ആയിട്ട് ഇരുന്ന് കാണാം. രജനീകാന്തിന്റെ സ്റ്റൈലിനെ പറ്റി പറഞ്ഞു. രജനീകാന്ത് അന്ന് ഇന്നും അല്ല ഒരേ സ്റ്റൈലാ, നല്ല സ്റ്റൈൽ മന്നനാന്ന്. നിങ്ങളെ പണ്ടത്തെ ഫോട്ടോയിലുണ്ട്, കണ്ടിട്ടുണ്ടെങ്കിൽ വെള്ളം പിടിക്കൂല. എന്റെ ഫോട്ടോ രണ്ടിന്റെ അതെ. എന്നെ പണ്ടേ കാണാൻ ഭയങ്കര ലുക്കാട്ടാ. നീ പറഞ്ഞ ലുക്ക് പിന്നെ പറയുന്നേ ഇല്ല. നിന്നെ കണ്ട ഛർദിക്കാൻ വരുന്ന പോലെ തോന്നുന്നു അമ്മ പറയുന്നത്. അന്നല്ലാട്ടാ സുന്ദരക്കുട്ടപ്പന്മാർ തന്നെയാന്ന് അവര്. എനിക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരട്ടെ. ഇത് ഇപ്പൊ അമ്മ പറഞ്ഞോണ്ട് എടുത്തതാണ്. വേറൊരു സാധനം കാണിച്ചു തരാം. പണ്ട് ഭയങ്കര ലുക്ക് ഉണ്ടെന്ന് സ്വയം പറയുന്ന ഒരാളെ കാണിച്ചു തരേ. ഇതാണ് അമ്മ, ഇതാണ് അച്ഛൻ. വെള്ളം കുടിക്കുവോ അതോ ഇത് കണ്ടാല് ഛർദിക്കാൻ വരുമോ നിങ്ങൾ പറ. അല്ല ഇവരുടെ നാണം കെടുത്താനേട്ടാ. മാറ്റമേ നിങ്ങൾ ഈ പണ്ടത്തെ ഇത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിടാ. സെൽഫിനുള്ളിൽ തൊടാൻ പറ്റുന്നില്ല. സത്യം പറഞ്ഞാലേ എന്റെ കല്യാണ ആൽബം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. എന്നെ പണ്ട് ഒരു ഭംഗിയുണ്ടായിട്ട് അതെല്ലാരും പറയലും ഉണ്ട്. എനക്ക് തന്നെ ഇപ്പൊ ഭയങ്കര ഭംഗിയുണ്ട് അങ്ങനെ പറയുന്നത്. ഇപ്പൊ ഭയങ്കര പണ്ടത്തെ അപേക്ഷിച്ചിട്ട് ഇപ്പൊ തന്നെയാ ഭംഗിട്ടാ. അന്നേരം ഒരു ഭംഗിയുണ്ട്. ഞാൻ എന്റെ കല്യാണ ആൽബം ഉണ്ടല്ലോ, നമ്മള് തുണിയെല്ലാം വെക്കുന്ന പിന്നെ ഷെൽഫിന്റെ ഉള്ളിലേക്ക് പൊത്തി വെച്ചത് കള്ളനെടുത്ത്. ഉണ്ണിക്ക് ചിരി മാറുന്നില്ല കണ്ടിട്ട്. പല്ലോ പറ നിങ്ങളെ. എന്നാലും പിന്നെ കടി ഭംഗിയുണ്ട് കളക്കാണ്ട്. ഇത് ചതിയാന്ന്. എന്റെ പഴയ ഫോട്ടോ കാണിച്ചിട്ട് പിന്നെ പവർ എടുക്കാനൊന്നും നീ എന്നെ ഇങ്ങനെ മേലേക്ക് വിളിച്ചിട്ട് ആക്കിന്. പിന്നെ നിങ്ങളെ വിളിച്ചിട്ട് അമ്മ നിങ്ങളെ പണ്ടത്തെ ഫോട്ടോ കാണിച്ച് കളിയാക്കാനെന്ന് പറഞ്ഞാൽ നിങ്ങൾ വരുവാ? എനിക്ക് ശരിക്കും ഇഷ്ടമല്ല കേട്ടോ. പണ്ടത്തെ തന്നെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെയാന്ന്. ഞാൻ മാക്സിമം എന്റെ പഴയ ഫോട്ടോ എല്ലാം ഞാൻ കുറെ കീറി കളിഞ്ഞ. പിന്നെ കല്യാണ ആൽബം കീറി കളിയാൻ കഴിയില്ല, അതുകൊണ്ട് അത് പൊത്തി പൊത്തി വെച്ചാന്ന്. നെഗറ്റീവ് അടിച്ചിറക്കുന്ന മെഷീനാണ് അമ്മ. യൂട്യൂബ് കാണുന്ന പോസിറ്റിവിറ്റി നമുക്കില്ല. നെഗറ്റീവ് ഇങ്ങനെ ഒഴുകും അമ്മേനെ മനസ്സിൽ നിന്ന്. പണ്ടത്തെ ഞാൻ പോക്കാന്ന്, പണ്ടത്തെ ഇത് പോക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒഴുകും അമ്മേന്റെ നിന്ന്. ഇനിയും കുറച്ചും കൂടെ വീഡിയോ എടുത്ത അമ്മേനെ കുറെ നെഗറ്റീവ് കൂടെ കേൾക്കാം. അതുകൊണ്ട് ആരെയും കേൾപ്പിക്കുന്നില്ല കേട്ടാ.